ഇവിടെ മണപ്പുറം ഫൗണ്ടേഷന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള മാതാപിതാക്കളെ, കുടുംബങ്ങളെ, ആദ്യമായി നമ്മളെല്ലാവരെയും ഇവിടെ വിളിച്ചു ചേർത്ത് മണപ്പുറം ഫൗണ്ടേഷന്റെ ഈ ചാരിറ്റി പ്രവർത്തനത്തിന്റെ ഒരു ഗുണഭോക്താക്കളായി മാറുവാൻ നമ്മളെല്ലാവരെയും വിളിച്ചു ചേർത്ത മണപ്പുറം ഫൗണ്ടേഷന്റെ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരെ കണ്ടെത്തുവാനും അവരുടെ ചാരിറ്റി പ്രവർത്തനം മനസ്സിലാക്കുവാനും അതിന്റെ ഗുണം തന്റെ നാട്ടുകാർക്ക്, സഹോദരി സഹോദരന്മാർക്ക് ലഭിക്കുന്നതിന് അവസരമൊരുക്കാൻ എടുത്ത അങ്കമാലി മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ജൂനിയർ വിദ്യാർത്ഥികളെയും നമുക്കറിയാം, മണപ്പുറം ഫിനാൻസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മയിൽ വരിക മോഹൻലാലിനെയാണ്. മോഹൻലാൽ എന്താ പറയുന്നത്? വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിന് നാട്ടിൽ തെണ്ടി നടക്കൂ, അല്ലെ? മോഹൻലാലിന്റെ ആ പരസ്യം നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും വരുന്ന കാര്യമാണ്. ഈ പലരും സ്വർണം കഷ്ടപ്പെട്ട് വാങ്ങി, ഇല്ലാത്ത പൈസ കൊടുത്ത് സ്വർണം വാങ്ങി വെച്ചിട്ട് ആവശ്യം വരുമ്പോൾ അത് മറന്ന് വേറെ പൈസ അന്വേഷിച്ച് നടത്തുന്നു, അല്ലെ? കടം മേടിക്കാൻ, അല്ലെങ്കിൽ ബ്ലേഡുകാരെ അന്വേഷിച്ച് നടക്കുന്നു. അതിന്റെ ആവശ്യമില്ല, മണപ്പുറം ഫിനാൻസിൽ ചെന്നാൽ മതി എന്നാണ് പരസ്യത്തിന്റെ അർത്ഥം. അപ്പൊ എന്ത് തന്നെയായാലും നമ്മളെല്ലാവരും ഈ സ്വർണം വാങ്ങുന്നതും സ്വർണം പണയം വയ്ക്കുന്നതും പരിചയമുള്ളവരാണ്. അല്ലാതെ ലോൺ എടുക്കുന്നതും പലരും ബ്ലേഡുകാരിൽ നിന്ന് പലിശയ്ക്ക്, അന്യായ പലിശയ്ക്ക് പൈസ എടുക്കുന്നതും പരിചിതരായിട്ടുള്ളവരാണ്. അതൊക്കെ ശരിക്കും നല്ല നടപടിയല്ല. നമുക്ക് ന്യായമായ പലിശ കടമെടുക്കേണ്ടി വരുമ്പോൾ ന്യായമായ പലിശയ്ക്ക് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ, ഇല്ലാതെ കിട്ടിയാൽ ഏറ്റവും നല്ലത്. ന്യായമായ പലിശയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നല്ലതാണെന്നാണ് അവരുടെ പരസ്യം. എന്തായാലും കേരളത്തിലെ ജനങ്ങളെ, കേരളത്തിന് പുറത്തും വിദേശത്തോട്ട് പണം കൊണ്ടുവരാനുണ്ട്, അവര് ഇങ്ങനെ സാമ്പത്തിക ആവശ്യങ്ങളിൽ സഹായിച്ച് അതിന്റെ ഒരു ലാഭം എടുത്തിട്ടുള്ള സ്ഥാപനമാണ് മണപ്പുറം ഫിനാൻസ്. അവരുടെ സ്ഥാപനമാണ് മണപ്പുറം ഫൗണ്ടേഷൻ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ആ ബിസിനസ്സിലൂടെ അങ്ങനെ ന്യായമായി അവർ നിയമവിധേയമായി അവർക്ക് കിട്ടുന്ന പൈസ, ലാഭം അവർ ജനങ്ങളുമായി ഷെയർ ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് മണപ്പുറം ഫൗണ്ടേഷന്റെ ഒരു പ്രത്യേകത. ഇവിടെ മണപ്പുറം ഫിനാൻസിന്റെ ഫൗണ്ടേഷന്റെ ഭാരവാഹികൾ പ്രസംഗിച്ചപ്പോൾ അവർ വർഷങ്ങളായി നടപ്പിലാക്കുന്ന 1914 കാലഘട്ടം മുതൽ നടപ്പിലാക്കുന്ന ഒരുപാട് ഇങ്ങനെയുള്ള ക്ഷേമ പ്രവർത്തനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നില്ല. നമുക്ക് ധാരാളം കച്ചവടക്കാരെയും അല്ലെങ്കിൽ പല വ്യവസായ സ്ഥാപനങ്ങളെയും പരിചയമുള്ളവരാണ്. അവരിൽ പലരും ഒരുപാട് പൈസ ജനങ്ങളിൽ നിന്ന് ലാഭമായി എടുക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയ സഹായം പോലും ചെയ്യാൻ മനസ്സില്ലാത്ത ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മണപ്പുറം ഫിനാൻസ് അവരുടെ ബിസിനസ്സിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ, ഇവിടെ സൂചിപ്പിക്കേണ്ട CSR ഫണ്ട്, അറ്റ ലാഭത്തിലെ 2%, അത് തന്നെ ഏതാണ്ട് 50 കോടി രൂപയോളം വരും എന്നാണ് ഇവിടെ പറഞ്ഞത്. ആ പൈസ ഓരോ വർഷവും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി, തങ്ങളുടെ സഹജീവികളുടെ, സഹവാസികളുടെ ക്ഷേമത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഏറ്റവും അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. അതിന്റെ ഗുണഭോക്താക്കളിൽ അങ്കമാലി നഗരസഭാ പ്രദേശത്തുള്ളവരും പുറത്തുള്ളവരും ധാരാളം പേര് ഉണ്ട്. അതുകൊണ്ട് അത്രയും നല്ലൊരു കാര്യം ചെയ്യുന്ന മണപ്പുറം ഫിനാൻസിനെ അങ്കമാലി നഗരസഭയുടെ പേരിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുകുട്ടികളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന്, അല്ലെങ്കിൽ പുതിയ ഭവനങ്ങൾ പണിതുകൊടുക്കുന്നതിന്, ഭവനങ്ങളുടെ പൂർത്തീകരണത്തിന്, അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചികിത്സാ സഹായത്തിന്, ഇങ്ങനെ നിരവധി മേഖലകളിൽ മണപ്പുറം ഫൗണ്ടേഷൻ പൈസ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി. അതൊരു വലിയ കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്കറിയാം, പൈസ ഉള്ളവരും
ചെലവഴിക്കാൻ ഇങ്ങനെ ആളുകളുമായി ഷെയർ ചെയ്യാൻ മടിയുള്ളവരാണ്. പക്ഷേ നമുക്കറിയാം ഇതൊന്നും കൂട്ടിവെച്ചിട്ട് വലിയ കാര്യമില്ല എന്നുള്ള ഒരു ചിന്താഗതിയും ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട്. നമുക്കറിയാം 2015 വെള്ളപ്പൊക്കം, അതിനുശേഷം വന്ന കോവിഡ്, നിപ്പ, പകർച്ചവ്യാധികൾ, ഇതൊക്കെ വന്നപ്പോ നമുക്ക് കിട്ടിയിട്ടുള്ള സന്ദേശം വലിയവനും ചെറിയവനും ഒന്നാകുന്ന ഒരു അവസരമാണ് ഇത്തരം ദുരന്തങ്ങൾ. ആ ദുരന്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നവര് സ്വാഭാവികമായും ആ ദുരന്തത്തിന്റെ ഫലമനുഭവിച്ച് ദുരിതമനുഭവിച്ചവരെ സഹായിക്കാൻ മനസ്സുള്ളവരായി മാറുന്നു എന്നുള്ളത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു പ്രക്രിയയാണ്. മലപ്പുറം ഫൗണ്ടേഷൻ ഇങ്ങനെ 3200 കുട്ടികളെയാണ് ഈ അവസരത്തിൽ വിദ്യാഭ്യാസ സഹായം നൽകി സഹായിക്കുന്നത്. അതിൽ 300 പേരെയാണ് ഇന്നിവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ഈ സഹായം സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ആ അവസരം വിനിയോഗിച്ച് നന്നായി പഠിച്ചു വളർന്ന് നമ്മുടെ ജീവിതം സുരക്ഷിതമാക്കുവാൻ എല്ലാ കുഞ്ഞുമക്കളും ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അമ്മമാരും സഹോദരിമാരും മാതാപിതാക്കളും അവരെ അതിന് പ്രേരിപ്പിക്കണം. മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കുന്നു, നമ്മൾ ഇങ്ങനെയൊക്കെ സഹായം നൽകുന്നവരെ നന്ദിയോടെ സ്മരിക്കുവാൻ നമ്മൾ തയ്യാറാവണം. നമ്മളെല്ലാവരും നന്ദിയുള്ളവരായി മാറുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സഹായിക്കുന്നവരെ തിരിച്ച് സഹായിക്കാൻ, അത് സാമ്പത്തികമായി സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് അവർക്ക് നന്മ വരണേ എന്നൊരു പ്രാർത്ഥനയെങ്കിലും നടത്തി അവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തുകൊണ്ട് അവരെ സഹായിക്കുവാൻ തയ്യാറാകണം. മലപ്പുറം ഫൈനാൻസിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അങ്കമാലി നഗരസഭയുടെ എല്ലാവിധ സഹകരണവും ഞാൻ ഈ അവസരത്തിൽ വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ബെസ്റ്റോയോടൊന്ന് സൂചിപ്പിച്ചത് നഗരസഭയുമായി ഒന്ന് കൈകോർത്തുകൂടെ എന്നാണ് ഞാൻ ബെസ്റ്റോയോട് അവിടെ സംസാരിച്ചത്. അങ്കമാലി നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ നഗരസഭയുമായി ഒന്ന് കൈകോർക്കുവാൻ, അത് മതിയാവുന്നില്ല, നഗരസഭയുമായി ഒന്ന് കൈകോർത്ത് പാവപ്പെട്ടവരെ സഹായിക്കുവാൻ മണപ്പുറം ഫൗണ്ടേഷൻ മുന്നോട്ട് വന്നാൽ ഏറ്റവും സ്വാഗതകരമായിരിക്കും. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ വളരെ സന്തോഷമായിരിക്കും എന്നുകൂടെ അറിയിച്ചുകൊണ്ട് ഈ മണപ്പുറം ഫൗണ്ടേഷന്റെ ഇന്നത്തെ ഈ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നമസ്കാരം. ഇന്നിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ആരെന്നറിയാമോ? ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കുട്ടികളാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ യോഗം സംഘടിപ്പിച്ചത്, അല്ലെ? കുട്ടികൾക്ക് ബാഗും കൊടയും പുസ്തകങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? അപ്പൊ കുട്ടികളെ ഇത്തവണ ഓണം നന്നായിട്ട് ആഘോഷിച്ചോ? ഒന്ന് ഉറക്കെ പറഞ്ഞ ഓണം ആഘോഷിച്ചോ? ഓണം ആഘോഷിച്ചു. അപ്പൊ ഞങ്ങൾ ഇനി അധികം പ്രസംഗം പറഞ്ഞ് നീട്ടുന്നില്ല, പ്രസംഗം പറഞ്ഞ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഈ മേബൻ നിധി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി അങ്കമാലിൽ ഒരു ഓഫീസ് തുറക്കുകയും ഈ മേബൻ നിധി ലിമിറ്റഡ് ഇത്രയും നന്നായിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അങ്കമാലിയിൽ വന്നപ്പോ എനിക്ക് ഇങ്ങനെ ഇവരുടെ ഒരാളെ കണ്ടുപിട്ടായ അവസരം കിട്ടി. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ അങ്കമാലി ഭാഗത്തേക്ക് ഈ സഹായം എത്തിക്കണം, അതിന് അങ്കമാലി ഭാഗത്തുള്ള ആളുകൾക്ക് ഇത് കിട്ടണം എന്ന് പറയുകയും ഞാൻ ആദ്യം ബന്ധപ്പെട്ടത് ജയപ്രകാശ് സാറിനാണ്. ജയപ്രകാശ് സാറിന്റെ എന്റെ അടുത്തൊരു സുഹൃത്തിന്റെ സുഹൃത്താണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്തു തരാം, അങ്കമാലിലെ എല്ലാ സൗകര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ പിന്നെ ഞാൻ ബെസ്റ്റോ സാറിനെ വിളിച്ചു. ബെസ്റ്റോ സാറും ഇതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മൂപ്പന്നൂക്കാരനാണ്, നാട്ടുകാരനാണ്, ഞാൻ എല്ലാവിധ സപ്പോർട്ടും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് പ്രക്ഷോഭ് എന്റെ അടുത്ത് കണ്ടിന്യൂസ് ആയിട്ട് ബന്ധപ്പെട്ടു. അതുപോലെ നിങ്ങളുടെ ഇവിടുത്തെ ബ്രാഞ്ച് മാനേജർ മിനിത ബന്ധപ്പെട്ടു. അങ്ങനെ നമ്മളുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രയത്നം കൊണ്ടാണ് ഇന്ന് ഇവിടെ ഒരു യോഗം ഇങ്ങനെ നടത്താൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫും കുറെ പേര് നിങ്ങളുടെ പേര് കളക്ട് ചെയ്യാനും നിങ്ങളുടെ ഈ ആധാർ കാർഡും ഈ റേഷൻ കാർഡിന്റെ കോപ്പിയൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് കുറെ ബുദ്ധിമുട്ടി. അങ്ങനെ നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഇവിടെ CSR എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടില്ലേ? CSR ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. CSR കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതായത് ഇവരൊക്കെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളാണ്, കോടികൾ ലാഭം ഉണ്ടാക്കണം, അതിന്റെ വിഹിതം സാധാരണക്കാരിലേക്ക് കൊടുക്കുന്നു. അപ്പൊ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പോലെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ട്, കുട്ടികൾക്കും ഉണ്ട്. കുട്ടികളുടെ റെസ്പോൺസിബിലിറ്റി എന്താ? പഠിക്കണം, പഠിച്ച് നല്ല നിലയിലേക്ക് എത്തണം. അതിനുള്ള പ്രോത്സാഹനം തരാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പൊ കുട്ടികളൊക്കെ നന്നായിട്ട് പഠിക്കില്ലേ? വീട്ടിൽ ചെന്നാലും പഠിക്കാൻ പറയും, സ്കൂളിൽ ചെന്നാലും പഠിക്കാൻ പറയും, ഈ ചേട്ടനും പഠിക്കാൻ പറയാണ്. എന്തായാലും നന്നായിട്ട് പഠിക്കാന്നുള്ളത് നമ്മുടെ അവകാശമാണ്. നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പഠിക്കണ കുട്ടികൾക്ക് എല്ലാവിധ സഹായങ്ങളും എവിടെ നിന്നും കിട്ടും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ
ഇനി എനിക്ക് പറയാനുള്ളത് മേബൻ നിധി ലിമിറ്റഡ് ഈ സ്ഥാപനം അങ്കമാലിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് സഹായിക്കുന്നു. ഞങ്ങള് വ്യാപാരികൾ എന്ന നിലയിൽ എല്ലാവിധ സപ്പോർട്ടും മേബൻ നിധി ലിമിറ്റഡിന് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ മേബൻ നിധി ലിമിറ്റഡ് പോലെയൊക്കെ നന്നായിട്ട് നിയമപരമായിട്ട് എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനമാണ്. അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം, അവരുമായിട്ട് സഹകരിക്കാം, മുന്നോട്ട് പോവാം. അതുപോലെ തന്നെ ഞങ്ങളുടെ മർച്ചന്റ് അസോസിയേഷൻ, ഞങ്ങളുടെ ഭാരവാഹികള്, ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങള്, അവരൊക്കെ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ കുറെ ദിവസങ്ങളായിട്ട് ഇതിനുവേണ്ടി ശ്രമിക്കുകയും ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ഭാരവാഹികൾക്കും അതുപോലെ എക്സിക്യൂട്ടീവ് മെമ്പർമാർക്കും ഞങ്ങളുടെ അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തരെയും അഭിനന്ദിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തായി യഥാർത്ഥത്തില് ഈ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഒരു നിർദ്ദേശിച്ചിട്ടുണ്ട് 2% നമ്മുടെ അറ്റാദായത്തിന്റെ ഭാഗം എല്ലാ കമ്പനികളും ഇങ്ങനെ CSR പദ്ധതിക്ക് മാറ്റിവെക്കണം. ഈ CSR പദ്ധതിയുടെ ഇത് ഗവൺമെന്റിന്റെ നിഷ്കർഷ വന്നിട്ടുള്ളത് 2014 പക്ഷെ ഈ 2014 വളരെ മുൻപ് തന്നെ മണപ്പുറം ഗ്രൂപ്പും അതിന്റെ എല്ലാ കമ്പനികളും ഇത്തരം പരിപാടികൾ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടിയിട്ട് അതിന്റെ ഒരു ആദായത്തിന്റെ ഒരു ഭാഗം നീക്കി വെച്ചിരുന്നു. അതായത് ഗവൺമെന്റിന്റെ നിഷ്കർഷ ഉള്ളതിന് വളരെ മുൻപ് തന്നെ ആദായത്തിന്റെ ഒരു ഭാഗം നീക്കി വെച്ചിട്ട് ഒരു മാതൃകയായിട്ട് വളർന്നൊരു ഗ്രൂപ്പാണ് മണപ്പുറം ഗ്രൂപ്പ്. അതിന് ഉദാഹരണമാണ് ഇത് ഈ ഇത്തരത്തിലുള്ള പരിപാടികൾ മാത്രം നടത്താൻ ഞാൻ ആദ്യം പറഞ്ഞു 2014 ഇത് വന്നതെന്ന്. 2014 5 വർഷം മുൻപ് 2009 ഇത്തരം പരിപാടികൾ, അതായത് ഈ CSR പോലെയുള്ള പരിപാടികളൊക്കെ നടത്തുന്നതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു കമ്പനി, അതായത് ഇതിൽ നിന്നും പണം നമ്മൾ മാറ്റിവെച്ചാൽ ആ പണം അർഹരായവർക്ക് മാത്രം നൽകാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് കമ്പനി, മണപ്പുറം ഫൗണ്ടേഷൻ എന്നുള്ളൊരു ഒരു കമ്പനി നമ്മൾ രൂപീകരിച്ചു. ആ കമ്പനിയിലൂടെയാണ് ഇത്തരം പരിപാടികൾ മുഴുവൻ നമ്മൾ നടത്തുന്നത്. അതായത് അർഹരായവരെ തെരഞ്ഞെടുക്കുന്നതും അവർക്ക് വേണ്ടി സെപ്പറേറ്റ് കൊടുക്കുന്നതും ഈ പൈസ മുഴുവൻ ഓഡിറ്റിന് വിധേയമാക്കുന്നതും വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ നടത്താനുള്ള ഒരു മണപ്പുറം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു കമ്പനി രൂപീകരിച്ചിട്ട് 2009 അതായത് 2014 ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നതിന് 5 വർഷം മുൻപ് തന്നെ ഇങ്ങനൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മണപ്പുറം ഗ്രൂപ്പിന് CSR എന്നുള്ളത് ഗവൺമെന്റ് നിഷ്കർഷിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടിയല്ല. അതിനു മുൻപ് തന്നെ മാതൃകാപരമായിട്ട് അവർ സ്വയം ഇത് തുടങ്ങിയിരുന്നു. അതുപോലെ ഈ 2% എന്നത് 2%ത്തിൽ മാത്രം നിർത്തരുത് എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ ചെയർമാനായിട്ടുള്ള അനന്തകുമാർ സാർ പറയാറുള്ളത്. നിങ്ങൾ കുറച്ചുകൂടി കൂട്ടിയിട്ട്, മേബൻ നിധി ലിമിറ്റഡ് ആണെങ്കിലും നമ്മൾ ആ 2%ത്തിൽ കുറച്ച് കൂട്ടിയിട്ടാണ് ചെലവഴിക്കാറുള്ളത്. മെമ്പറായിട്ട് മാറണം, അതാണ് നിധി കമ്പനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. നമുക്കിന്ന് കേരളത്തില് 66 ബ്രാഞ്ചുകളുമായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും ബ്രാഞ്ചസ് ഉള്ള ഒരേ ഒരു നിധി കമ്പനി എന്നുള്ള ഖ്യാതി നമ്മുടെ മേബന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു നിധി കമ്പനി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ, അതായത് നമുക്ക് 2 കമ്പനികളാണ് ഉള്ളത്. അതിനകത്ത് കേരളത്തിലുള്ള സെൻട്രൽ ഗവൺമെന്റ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഒരേ ഒരു നിധി കമ്പനി എന്നുള്ള പേരും നമ്മുടെ മേബൻ നിധിക്ക് മാത്രമുള്ളതാണ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി ലോൺ, ഗോൾഡ് ലോൺ, ഇത് രണ്ടുമാണ് നമ്മുടെ വായ്പാ പദ്ധതികൾ വരിക. ഈ വായ്പാ പദ്ധതിക്കുള്ള ഫണ്ട് നമ്മൾ സോഴ്സ് ചെയ്യുന്നത് നമ്മുടെ മെമ്പേഴ്സിന് വാങ്ങിക്കുന്ന ഡെപ്പോസിറ്റ് വഴിയായിട്ടാണ്. ഇനി എന്താണ് മേബൻ നിധി എന്ന് പറയുന്ന കമ്പനിയുടെ പ്രസക്തി എന്നുള്ളതാണ്. അതായത് 2008 നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്ട്, ഒരു പദ്ധതി കൊണ്ടുവന്നത്. അതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ അതായത് അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഏരിയകൾ, അതുപോലെ കൂടുതലും ഈ ഫിനാൻഷ്യൽ സർവീസുകൾ എത്തപ്പെടാത്ത ഗ്രാമീണ മേഖലകൾ, അതുപോലെയുള്ള അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയകൾ, അവിടെയൊക്കെ ഈ പറയുന്ന ഫിനാൻഷ്യൽ സർവീസുകളും അതുപോലുള്ള പ്രൊഡക്റ്റുകൾ എത്തിക്കുക എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് 2008 ഈ പറയുന്ന ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത്. പക്ഷെ അതിനൊക്കെ ഒത്തിരി മുമ്പ് തന്നെ 1993 അതായത് നമ്മുടെ കമ്പനി മേബൻ നിധി സ്റ്റാർട്ട് ചെയ്യുന്നത് 1993 1993 തന്നെ ഈ പറയുന്ന സെയിം പദ്ധതിയോട് കൂടി തന്നെ നമ്മുടെ കമ്പനിയുടെ സ്റ്റാർട്ട് ചെയ്യുകയുണ്ടായി. അതിന്റെ ഏറ്റവും ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് അതായത് അർഹരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാവിധ പ്രൊഡക്റ്റുകളും, അതായത് ഇപ്പോൾ നമുക്ക് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ദർ ഓൾ പ്രോഫിറ്റ് മോട്ടീവ് ആണ്. അതായത് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതാണ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ഫസ്റ്റ് പ്രയോറിറ്റി.
അപ്പൊ നോർമലി അവർ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ഏറ്റവും അതായത് ബാങ്കിങ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏരിയകളിൽ വരാനും അതുപോലെ കൂടുതലായിട്ടുള്ള ഏറ്റവും കൂടുതൽ ബിസിനസ് കിട്ടുന്ന കസ്റ്റമേഴ്സിന് മാത്രം ഫോക്കസ് ചെയ്യാനായിരിക്കും അവർ പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ അവിടെയാണ് നമ്മൾ ഈ പറയുന്ന അധികം ബാങ്കിങ് സേവനങ്ങൾ ഇഷ്ടപ്പെടാത്ത ഏരിയകൾ അതുപോലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഇവർക്കൊക്കെ സർവീസ് കൊടുക്കുക എന്ന ഒറ്റ ഉദ്ദേശം വെച്ച് മാത്രം ഈ മേബൻ നിധി എന്ന് പറയുന്ന സംഭവം ഒരു കമ്പനി നമ്മൾ സ്ഥാപിതമായത്. അതായത് നമ്മുടെ മെമ്പേഴ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 7 ലക്ഷത്തോളം, അതായത് നമ്മുടെ 66 ബ്രാഞ്ചുകളുമായിട്ട് 7 ലക്ഷത്തോളം. പറഞ്ഞ പോലെ മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CSR ബോഡിയാണ് മണപ്പുറം ഫൗണ്ടേഷൻ. ഒരു വർഷം മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ CSR ഫണ്ട് 50 കോടി രൂപയാണ്. മണപ്പുറം ഫൗണ്ടേഷൻ ഒരു കൊല്ലം ചെലവഴിക്കുന്നത് 50 കോടി രൂപയാണ്. മണപ്പുറം ഫൗണ്ടേഷന്റെ വിഷൻ ടു ക്രിയേറ്റ് എ ഹെൽത്തി, എഡ്യൂക്കേറ്റഡ് ആൻഡ് എ ഹാപ്പി കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. ആരോഗ്യവാന്മാരായ, വിദ്യാസമ്പന്നരായ, സന്തോഷവാന്മാരായ ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. അതില് ആരോഗ്യത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ 2 ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സ് നടത്തുന്നുണ്ട്, തൃശ്ശൂരും കലൂരും. തൃശ്ശൂരത്തെ ഏറ്റവും വലിയ ഡയഗ്നോസ്റ്റിക് സെന്റർ മണപ്പുറം ഫൗണ്ടേഷന്റെ കീഴിലുള്ളതാണ് മാക്കിയർ എന്നുള്ള പേരിൽ. അവിടെ എല്ലാ ദിവസവും 25,000 രൂപ വരെയുള്ള ജനറിക് മെഡിസിനും BPL ഫാമിലിക്ക് കൺസൾട്ടേഷനും ഫ്രീ ആയിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഡയഗ്നോസിസും കമ്പാരിറ്റീവ് മറ്റുള്ളവരായിട്ട് നോക്കുമ്പോൾ നമ്മുടെ റേറ്റ്സ് കുറവായിരിക്കും. അതിൽ ഫ്രീ ഹെൽത്ത് ചെക്കപ്പിലൂടെ റെഗുലറായിട്ട് ഫ്രീ ഹെൽത്ത് ചെക്കപ്പുകൾ നടത്തുന്നുണ്ട്. അങ്ങനെ നിരവധി പദ്ധതികൾ ഞങ്ങൾ മാക്കേറിന്റെ കീഴിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു ആംബുലൻസ് സർവീസ് ഉണ്ട്, നിയോനാറ്റൽ ഫെസിലിറ്റി ഉള്ളതടക്കം. അതായത് ഇന്ന് ജനിച്ചൊരു കുട്ടിയെ എവിടെ വരെ കൊണ്ടുപോകണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റാവുന്ന എല്ലാ ലേറ്റസ്റ്റ് സൗകര്യങ്ങളോടും കൂടി ആ ഏത് ആംബുലൻസിന്റെ ആവശ്യം വന്നാലും BPL ഫാമിലിക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. ആക്സിഡൻസ് ഫ്രീ ആണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൗൺസിലിംഗ് സെന്റർ ഉണ്ട്, ഫാമിലി കൗൺസിലിംഗ്. കുട്ടികളുടെ എഡിക്ഷനോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്തൊക്കെ മാനസിക പ്രശ്നങ്ങളുണ്ടെങ്കിലും ഫാമിലി പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് കൗൺസിലിംഗ് നടത്താനായിട്ടുള്ള ഫാമിലി കൗൺസിലിംഗ് സെന്റർ, മഹിമ കൗൺസിലിംഗ് സെന്റർ ഉണ്ട്. അതുപോലെ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് 2 സ്കൂളുകളുണ്ട്, CA അക്കാഡമി ഉണ്ട്, സിവിൽ സർവീസ് അക്കാഡമി ഉണ്ട്. മണപ്പുറത്തിന്റെ CA അക്കാഡമിയിൽ പഠിച്ചാൽ അവിടെ 30% ഡിസ്കൗണ്ട് ഉണ്ട് BPL കുട്ടികൾക്ക്. അതുമല്ല, അവിടെ പാസ്സാവുന്ന എല്ലാവരെയും CA കഴിഞ്ഞാൽ 90,000 രൂപ സ്റ്റാർട്ടിംഗ് സാലറിയിൽ മണപ്പുറം കമ്പനികളിൽ തന്നെ ജോലിക്കെടുക്കും. അതുപോലെ CA, CMA, CS ഒക്കെ ഞങ്ങളുടെ മണപ്പുറം ക്യാമ്പസ് എന്നാണ് അതിന്റെ പേര്. പാലക്കാടും തൃശ്ശൂരും വലപ്പാടും എന്നിട്ട് യൂണിറ്റുകളുണ്ട്. സിവിൽ സർവീസ് അക്കാഡമിയിൽ BPL കുട്ടികൾക്ക് 50% ഡിസ്കൗണ്ട് കൊടുക്കും. വളരെ പാവപ്പെട്ട കുട്ടികളിൽ നിന്ന് സിവിൽ സർവീസിന് IAS വരെ IPS വരെയൊക്കെ വളർത്തിയെടുക്കുക എന്നൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് അത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ എൻട്രൻസ് കോച്ചിങ് സെന്റർ ഉണ്ട്. എൻട്രൻസ് കോച്ചിങ് സെന്ററിൽ നമ്മൾ BPL കുട്ടികൾക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. 90 എബവ് മാർക്കുള്ള BPL കുട്ടികൾക്ക് അതിന്റെ ഫ്രീ ആണ്, പുസ്തകത്തിന്റെ കാശ് മാത്രമേ വരുള്ളൂ. ഇങ്ങനെ നിരവധി പദ്ധതികൾ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് മണപ്പുറം ഫൗണ്ടേഷന് കീഴിലുണ്ട്. ഇനി ഹാപ്പി കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഇപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിട്ടുള്ളത് മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ പാർട്ടായിട്ടുള്ള മേബൻ നിധി ലിമിറ്റഡ്. അവരുടെ പ്രോഫിറ്റിന്റെ ഒരു പോർഷൻ ഇതുപോലെ CSR ഫണ്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 6 ലക്ഷം രൂപയോളമാണ് മേബൻ നിധിയുടെ CSR ഫണ്ട് ഞങ്ങൾക്ക് വരുന്നത്. ഈ കേരളത്തിലെ 3200ഓളം കുട്ടികൾക്ക് ഇതൊരു 21 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് ആണ്. വിദ്യാഭ്യാസ കിറ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാം ഘട്ടമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിനിവിടുത്തെ മർച്ചന്റ്സ് അസോസിയേഷൻ ടീം വളരെ ശക്തമായ പിന്തുണ നൽകി അവരെ പ്രത്യേക അഭിനന്ദിക്കാൻ ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികളും മിടുക്കരായ കുട്ടികളെ കണ്ടെത്തി അവർക്ക് ഈ സൗകര്യം എത്തിച്ചു കൊടുക്കണം എന്നുള്ള അവരുടെ താല്പര്യമാണ് ഇന്ന് നിങ്ങളൊക്കെ ഇവിടെ എത്താനുള്ള കാരണമാണ്. മണപ്പുറം ഫൗണ്ടേഷൻ കഴിഞ്ഞ വർഷം ചെയ്ത ഒരു പ്രോജക്റ്റ് 50 മസ്കുലർ ഡിസ്ട്രോഫി പേഷ്യൻസിന്. മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ മസിലുകൾ മുഴുവൻ ഇങ്ങനെ തളർന്ന് പോകും, കുറെ കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് കിടപ്പിലാവും. അപ്പൊ പലരും ചെറിയ ജോലികൾ ചെയ്യണവരുണ്ട്, പെട്ടിക്കട നടത്തുന്നവരുണ്ട്, പഠിക്കണവരുണ്ട്.
അങ്ങനെയുള്ള കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത 50 പേർക്ക് നമ്മൾ ഇലക്ട്രിക്കൽ വീൽ ചെയർ കൊടുത്തു. ഒരു വീൽ ചെയറിന് 1.5 ലക്ഷം രൂപയാണ് വില. ഒരു നോബ് ഫ്രണ്ടിൽ കാണിച്ചാൽ വണ്ടി ഓടിച്ച് പോവാം, ബാക്കിൽ കാണിച്ചാൽ ബാക്കിൽ പോകും, സൈഡിൽ കാണിച്ചാൽ സൈഡിൽ പോകും. അവർക്ക് ഭക്ഷണം അത് പൊക്കാൻ പറ്റും, ഒക്കെ റിമോട്ടിൽ, കംപ്ലീറ്റ് റിമോട്ടിൽ അറേഞ്ച് ചെയ്യാവുന്ന സൗകര്യങ്ങളുള്ള വീൽ ചെയർ ആണ്. 50 എണ്ണം 1.5 ലക്ഷം രൂപ വെച്ച് നമ്മൾ കൊടുത്തു. സിയാൽ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ട് നമ്മൾ ചെയ്ത് അതിന് ഇക്കണോമിക് ടൈംസിന്റെ ബെസ്റ്റ് സർവീസ്, ബെസ്റ്റ് CSR അവാർഡും ഞങ്ങൾക്ക് കിട്ടി. ഈ കൊല്ലവും മാർച്ച് മാസത്തിൽ എഗെയിൻ അതേ പ്രോജക്റ്റ് നമ്മൾ ചെയ്തു. വീണ്ടും 50 പേർക്ക് ഇതുപോലത്തെ വീൽ ചെയർ കൊടുത്തു. അത് ഇരിഞ്ഞാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അതുകൂടാതെ ജൂൺ 1-ാം തീയതി 75 3 വീലർ സ്കൂട്ടറുകൾ നമ്മൾ നൽകേണ്ടത്. കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 20-നും 50-നും വയസ്സിന്റെ ഇടയിലുള്ള സ്വന്തമായിട്ടൊരു ജീവിതം ആരംഭിക്കാൻ, ലോട്ടറി കച്ചവടമോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വന്തം ബിസിനസ് നടത്താൻ പറ്റാവുന്ന വൈകല്യങ്ങളുള്ള ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട 75 പേർക്ക് നമ്മൾ 3 വീലർ സ്കൂട്ടറുകൾ കൊടുത്തു. അതുപോലെ നിരവധി പദ്ധതികളാണ് മണപ്പുറം ഫൗണ്ടേഷൻ ഓരോ കേരളം മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലപ്പാട് ഞങ്ങളൊരു 1,00,000 വീട് കോളനി 50 കൊല്ലം മുമ്പ് ഗവൺമെന്റ് പണിത് കൊടുത്തുള്ള ഒരു ചുമരിന് 2 സൈഡിൽ ഓരോ വീടുകളായിട്ട്. അതിന് ഇപ്പോഴത്തെ നിലയിൽ അതില് വെള്ളം വീണ ഒരു തുള്ളി പുറത്തു പോകാനുള്ള സാധ്യത ഇല്ല. അതുപോലത്തെ അതുപോലത്തെ സ്ഥിതിയിലായിരുന്നു ആ വീടുകൾ. ആ എല്ലാ വീടുകളും ഗവൺമെന്റിന്റെ സഹകരണത്തോടെ നമ്മൾ പൊളിച്ചു കളഞ്ഞ് കൃത്യമായിട്ട് റോഡിട്ട് 4 സെന്റ് തിരിച്ച് എല്ലാവർക്കും പുതിയ വീടുകൾ പണിത് കൊടുത്തു. കേരളത്തില് ഈ വെള്ളപ്പൊക്കത്തിന് ശേഷം 500ഓളം വീടുകൾ നമ്മൾ പണിത് കൊടുത്തിട്ടുണ്ട്. 500ാമത്തെ വീടിന്റെ താക്കോൽദാനം മോഹൻലാലാണ് കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് MCPയിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ വെച്ച് അച്ഛനും അമ്മയ്ക്കും സുഖമില്ലാത്ത ഒരു മോൾക്ക് വേണ്ടിയിട്ട്, അവള് 10ാം ക്ലാസ്സിലെ പഠിക്കണം, നല്ല മിടുക്കത്തി പഠിക്കാനായിട്ട്. അപ്പൊ ആ കുട്ടിക്ക് നമ്മളൊരു വീട് നിർമ്മിച്ചു. അതിനൊരു താക്കോലായിരുന്നു. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ മോഹൻലാൽ നേരിട്ട് ആ കുട്ടിക്ക് അവരുടെ പാരന്റ്സിന്റെ വീട്ടിലെത്തി നമ്മൾ ഇരിഞ്ഞാലക്കുട വെച്ച് കൊടുത്തു. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞ തീരില്ല. അവരുടെ ഗവൺമെന്റ് ഓഫീസേഴ്സിക്ക് വേണ്ട ഡെവലപ്മെന്റുകൾ, സ്കൂളുകൾക്ക് വേണ്ട ആവശ്യങ്ങളനുസരിച്ച് കേരളം മുഴുവൻ, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും, ഡൽഹിയിലെ 7 മേജർ പാർക്കുകളിൽ മണപ്പുറം ഫൗണ്ടേഷന്റെ ഹെൽത്ത് പാർക്ക് ഉണ്ട്, ഡയബറ്റിക് പാർക്കാണ്. ഡയബറ്റിക് രോഗികളും അവിടെ ക്യൂ നിന്നിട്ടുള്ള ആൾക്കാർ ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നു. അങ്ങനെ നിരവധി പദ്ധതികൾ. ഈ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള പ്രത്യേക അഭിനന്ദനങ്ങൾ ഞാൻ അറിയിക്കുകയാണ്. ഇവിടെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നേബൻ നിധി ലിമിറ്റഡും മണപ്പുറം ഫൗണ്ടേഷൻ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു പുതിയ കാര്യം കൂടി, പുതിയതാണെന്നറിയില്ല, നേരത്തെ പറഞ്ഞോന്നറിയില്ല, ഈ കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ചു വരുമ്പോൾ അവർക്കൊരു സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരു അവസരം കൂടി ഈ നേബൽ നിധി ലിമിറ്റഡിന്റെ ഭാഗത്തുനിന്നും മണപ്പുറം ഫൗണ്ടേഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒന്നായി കൈയടിച്ചോളൂടാ. വൈഗ, തീർത്ഥ, ക്രിസ്റ്റ, അവന്യ, വൈഗ PV,